നമസ്കാരം. പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു വിഷയം കഴിഞ്ഞൊരു ദിവസം കണ്ട ഒരു പേഷ്യൻറ്റിൻ്റെ വിഷയമാണ്. അദ്ദേഹം അതിന് മൂത്രത്തിന് തടസ്സം ഉണ്ടായിരുന്നു. അതിന് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ ചെറിയ പ്രോസ്റ്റേറ്റേ ഉള്ളൂ. പ്രോസ്റ്റേറ്റിൻ്റെ ചെയ്തു. അതിന് ഓപ്പറേഷൻ വേണമെന്നുള്ള ഒരു ഡിസിഷൻ എടുത്തു. അത് ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ. അപ്പം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ലത് ലേസർ സർജറിയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു. അദ്ദേഹം ലേസർ സർജറിക്ക് വിധേയനായി. അതിനുശേഷം പുള്ളിയുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ ആ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മൂത്രത്തിന് തടസ്സം ഉണ്ടായി. പിന്നെ ഒട്ടും പോകാതെ വന്നു. പുള്ളിയുടെ മെയിൻ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഭയങ്കര പെയിനാണ്. മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര പെയിനാണ്. മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ പോയിട്ട് അതൊന്ന് നോക്കി ഡയലേറ്റ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞു. പിന്നെ അത് മാറാതെ വേദന സഹിക്കാൻ വയ്യ. മൂത്രം ഒഴിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ പുള്ളിക്ക് പേടിയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് വന്ന് നോക്കി. അപ്പോൾ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പോകുന്നില്ല. അപ്പോൾ എവിടെയോ തടസ്സം പോലെ ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ ഒരു സിസ്റ്റോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സിസ്റ്റോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോഴേ പ്രോസ്റ്റേറ്റിൻ്റെ ആ ഭാഗത്ത് ഈ ലേസർ ചെയ്യുമ്പം അതേപോലെ ലേസറിൻ്റെ കുറ്റം പറയുന്നതല്ല. ലേസർ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ചിലപ്പോൾ കംപ്ലീറ്റ് ഒരു യൂണിഫോമായിട്ട് സ്മൂത്തായിട്ടത് വരണമെന്നില്ല. അപ്പോൾ എന്തോ പറ്റിയെന്ന് ചോദിച്ചത് നോക്കിക്കഴിഞ്ഞപ്പോൾ ലേസർ 2 ഭാഗത്തെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ബാക്കി ഗ്ലാൻഡിൻ്റെ ആ ഭാഗം ബാക്കി കുറച്ചിരിക്കുന്നത് തമ്മിലങ്ങ് ചേർന്നിരുന്ന് കഴിഞ്ഞിട്ട് അവിടെ അങ്ങ് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ മൂത്രം പോകത്തില്ല. പുള്ളി സ്ട്രെയിൻ ചെയ്യും, പക്ഷേ വേദന കൂടുന്നതല്ലാതെ മൂത്രം പോകത്തില്ല. അപ്പോൾ നമ്മൾ ആ പ്രോസ്റ്റേറ്റിൻ്റെ ലേസർ സർജറി എല്ലാവർക്കും ഇത് വരണമെന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് പ്രത്യേകിച്ചും ചെറിയ പ്രോസ്റ്റേറ്റൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതിങ്ങനെ അടഞ്ഞു വന്നിട്ട് വേണമെങ്കിൽ മൂത്രതടസ്സം ഉണ്ടാക്കാം. അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് ഈ യൂർത്രോട്ടമി പോലെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പം നിലവിൽ ഇപ്പോൾ വലുത് അസുഖമില്ല. ചെറിയ വേദനയുള്ളൂ. വേദന കുറഞ്ഞു വരുന്നു. മൂത്രം പോകുന്നത് ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറയാനുള്ള കാരണം ലേസർ സർജറി നല്ലതാണ്. പക്ഷേ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയാനുള്ള സമയം ആയിട്ടില്ല. ലേസർ സർജറി ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ആ ലേസറിൻ്റെ അത് എക്സ്പെർട്ടൈസ് കൂടെ നോക്കിയിരിക്കും. ലേസർ ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ അത് ഡീപ്പായിട്ടൊക്കെ കുറച്ച് ബേൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ നോർമൽ ക്യാപ്സൂളിൽ നിന്ന് മാറി പോയി കഴിഞ്ഞാൽ ഈ ഫൈബ്രസ് ടിഷ്യൂ ഉണ്ടാകും. ഫൈബ്രസ് ടിഷ്യൂ ഉണ്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചുരുങ്ങും. പ്രത്യേകിച്ച് ലേസർ എന്ന് പറഞ്ഞൊരു ശരിയായിട്ട് പറഞ്ഞാൽ ബേണിംഗ് ആണല്ലോ. ബേണിംഗ് ആയതുകൊണ്ട് ഇത് ചിലപ്പോൾ ഈ ടിഷ്യൂ കരിയുമ്പോൾ അത് ചുരുങ്ങത്തുള്ളൂ. ചുരുങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വേണമെങ്കിൽ മൂത്രതടസ്സം ഉണ്ടാകാം. പക്ഷേ അല്ല, മൂത്രതടസ്സം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ബാക്കി അത് നോക്കി സിസ്റ്റോസ്കോപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ അത് ആ തടസ്സം മാറ്റുകയോ അല്ലെങ്കിൽ യൂർത്രോട്ടമി അതുപോലെ ഡയലേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ലേസർ സർജറി ചെയ്തപ്പോൾ 100% നമ്മളെല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അത് ഡോക്ടറെ വീണ്ടും പോയി കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ശാശ്വത പരിഹാരമാകും. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.